ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമുക്ക് ഏത് ചെറിയ മാവും പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനുമായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു വളം പരിചയപ്പെടാം കേട്ടോ. ഇത് ഞാനൊരു പോട്ടിൽ വെച്ചിരിക്കുന്ന മാവാണ്. നമ്മുടെ ചെറുതായിട്ടിരിക്കുമ്പോഴേ കായ്കളുണ്ടായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന മാവുണ്ടല്ലോ, അത് പിന്നീട് അതിൽ പൂക്കളോ കായ്കളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വളം ചെയ്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും, വളരെ കുറച്ച് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും തന്നെ എനിക്ക് പൂക്കൾ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ. ഇനി പൂക്കൾ ഉണ്ടാവാൻ മാത്രമേ നമുക്ക് വളം ചെയ്യാൻ പറ്റുള്ളൂ. അത് കായ്കളാവണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോളിനേഷൻ നടക്കണം. മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോളിനേഷൻ കറക്റ്റായിട്ട് നടക്കില്ല, പൂക്കൾ കൊഴിഞ്ഞു പോവുകയുള്ളൂ. ഇതുപോലെ ഒരു പോട്ടിൽ നട്ടിരിക്കുന്നതാണ്. നമ്മളെപ്പോഴും ഇതുപോലെ പോട്ടിലോ ഡ്രമ്മിലോ ഒക്കെ നട്ടിരിക്കുന്ന ചെടിയുടെ ചുവട് ഭാഗം എപ്പോഴും മണ്ണ് ഇളക്കി കൊടുത്തിരിക്കണം കേട്ടോ. മണ്ണ് കട്ടയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് ചെടിക്ക് പിടിച്ചെടുക്കാൻ പറ്റാതെ ആയിപ്പോവും. അതുപോലെ തന്നെ ചെടിയുടെ ഈ കൊമ്പിലൊക്കെ വളരെ ഒരുപാട് കനമുള്ള കമ്പുകളൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ കൊമ്പുകളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ പൊട്ടലുകളോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫംഗിസൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനതിന് പ്രധാനമായിട്ട് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ അതുപോലെ ഒരു പൊടി രൂപത്തിലുള്ള വളമാണ് കേട്ടോ കൊടുക്കുന്നത്. രണ്ട് ഞാൻ ഒരുമിച്ച് തന്നെ കൊടുക്കാറുണ്ട്. ആദ്യമായിട്ട് ഞാൻ കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ, അതായത് ഒരു 2 സ്പൂൺ തേയിലയൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ തിളപ്പിച്ചിട്ട് ആ ഒരു കട്ടൻ ചായയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളം എടുക്കാം. അതിലേക്ക് ഞാൻ 2 സ്പൂണ് നമ്മുടെ പൊടി, ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഈ നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ ബെറ്റർ റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇത് ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന് സ്പ്രേ ചെയ്തോ ഒക്കെ കൊടുക്കുന്ന ഫംഗിസൈഡ് ഈ സാഫിൻ്റെയാണ് കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ചെടിക്കാണെങ്കിലും ഞാനിത് ചെറുതായിട്ട് വെള്ളത്തിൽ ചാലിച്ചിട്ട് തൊട്ട് തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഫെർട്ടിലൈസർ ശരിയായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ പൊടി രൂപത്തിലുള്ള വളവും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ ഈ ജൈവവളങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരുപാട് വീര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചെടി ഉണങ്ങി പോകുമൊന്നുമില്ല. പിന്നെ എൻ്റെ ചെടിയുടെ ഒരു വലിപ്പം കണ്ടല്ലോ, അതിനനുസരിച്ചുള്ള വളമാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറേ മരങ്ങൾക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ മരമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയും. ഇത് മണ്ണിര കമ്പോസ്റ്റാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഉള്ളത് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി, പച്ച ചാണകം ഇട്ട് കൊടുക്കുന്നത്. ചെടിയുടെ ചുവട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ പോട്ടിലൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചെടിയുടെ ചുവട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട് വരാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെടികൾക്കൊന്നും പച്ചച്ചാണകം അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. പിന്നെ പച്ചച്ചാണകം കലക്കി പുളിപ്പിച്ചൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈക്വൽ ക്വാണ്ടിറ്റി ഒരുപോലെയാണ് കേട്ടോ ഞാൻ ഇത് മൂന്നും എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി ഇട്ടിരിക്കുന്ന ആ മണ്ണിലേക്ക് ഇതിട്ട് കൊടുക്കുക. അങ്ങനെ പോട്ടിലോ ഡ്രമ്മിലോ ഒക്കെ വളർത്തുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ നിറച്ച് മുകൾ വരെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഈ വെള്ളം നമുക്ക് മണ്ണിനോട് കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കരിയിലേക്ക് പുതയിട്ട് കൊടുക്കാം. അങ്ങനെ ആ ഒരു പോട്ടിനകത്ത് എപ്പോഴും ഒരു റൗണ്ട് രീതിയിൽ ഒരു അടയാളം കാണും. അവിടെ വരെ മാത്രമാണ് നമ്മൾ മണ്ണ് നിറയ്ക്കേണ്ടത്. പിന്നീട് ഇതിന് മുകളിൽ തന്നെ ഞാൻ ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിക്കുന്നുണ്ട്. പിന്നീട് ആ മണ്ണ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാസത്തിലൊരിക്കലോ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് മാവിനാണെങ്കിലും എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. വലിയ മാവോ പ്ലാവോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുക. പിന്നെ നമ്മുടെ തളിരിലകളൊക്കെ വരുന്ന സമയത്ത് വെട്ടിൽ പോലെ ഒരു തരം പ്രാണി വന്നിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം വെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ആ സമയത്ത് എന്തെങ്കിലും ഒരു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മാവിൻ്റെ എല്ലാ ഇലകളിലേക്കും ബ്രാഞ്ചസിലേക്കും ഒക്കെ നല്ല രീതിയിൽ പുക കിട്ടുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പുക കൊള്ളിക്കുന്നത് നല്ലതാണ്. ഈ ഒരു വളം എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.